ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാഴ മണി കിട്ടിയതാണ്. അതിൽ എന്തൊക്കെ 2 ദിവസം മുന്നേ 4 ദിവസം മുന്നേ ഇവിടെ നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ 2 വാഴ ഉണ്ടാകുന്നതായിട്ട് ഒന്ന് വീണപ്പോൾ ഞങ്ങൾ നിന്ന് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉപ്പേരി വെച്ച് നോക്കാം. അത് ഞാൻ ഉമ്മടുത്ത് കൊണ്ടുപോയി കൊടുത്തിരിക്കണം. ഉമ്മക്ക് വയ്യാത്തൊരു ഉമ്മ മെല്ലെ ആക്രമണം നടന്നു വന്നിട്ട് കോലയിൽ വന്നിരുന്നു. അത് ഉമ്മയോട് എരിഞ്ഞ് ചോദിച്ചപ്പം ആയിക്കോട്ടെ ഞാൻ എരിഞ്ഞു തരാം എന്നപ്പോൾ അങ്ങനെ നുറുക്കാൻ കൊടുത്തിട്ട് ഉമ്മാക്കി. ഉമ്മ അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അങ്ങനെ വെച്ച്. അതിന് ശേഷം ഞാൻ എന്തായിരുന്നു മുറ്റടിച്ച് വരണ്ടായിരുന്നു, വേറെ കുറേ പണികളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേന് ഉമ്മയുടെ നുറുക്കലേ നിൽക്കണം. ഉമ്മേനത് ഉമ്മയുടെ വണ്ടിയാണത്. ഉമ്മ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഉമ്മയുടെ വണ്ടിയാണത്. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ല. ആദ്യത്തിൽ കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ അതൊക്കെ നുറുക്കി ചെറിയ കഷ്ണങ്ങളൊക്കെ നുറുക്കി നമുക്ക് എൻ്റെ കക്ക പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 5 മിനിറ്റ് നേരം കഞ്ഞിരോടത്തിൽ ഇട്ടത്. നല്ല അടിപൊളി. ഞാൻ നടാട് കഴിക്കട്ടുന്ന്. അത് നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണാതിരിക്കരുത് പ്ലീസ്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാണ് നിങ്ങളുടെ വീഡിയോ ഫുള്ളായി കാണാൻ. അതിനുശേഷം എന്താണ് ബീഫ് ഇല്ലാണ്. അപ്പോൾ ഉച്ചക്കൊന്നും കറിയില്ല എന്ന് കണ്ടപ്പോൾ ബീഫ് ഇതിന്ന് വെച്ച് നോക്കട്ടെ. അതിനുശേഷം എന്തായിട്ടെന്നറിയോ, നമ്മൾ ആ വെള്ളത്തിലിട്ടില്ലേ വാഴയുടെ മണി, അത് വെള്ളത്തിലല്ല കഞ്ഞി വെള്ളത്തിൽ. അന്ന് 2-3-4 പ്രാവശ്യം കഴുകിയിട്ട് കക്കയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഞാൻ ഉപ്പേരി വെക്കാം. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് അറിയാം. കടുക് ഭാര്യന്നല്ല, കടുകിടുക. കടുക് ഭാര്യയെന്ന് പറഞ്ഞില്ലേ, സോറി. കടുകിടുക. എണ്ണ ഞാൻ ചൂടായി വരുന്നുണ്ട്. ഇങ്ങനെ ഈ ഉപ്പേരി ആർക്കൊക്കെ ഇഷ്ടമുള്ളത് എന്ന് കമൻറ്റ് എഴുതുക കേട്ടോ. അതിനുശേഷം കടുകിട്ട് അങ്ങനെ കടുക് ഇട്ടിട്ടേ പൊട്ടാറ് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് പച്ചമുളകും ഇട്ട് കറിവേപ്പില ഇട്ട് അതിന് അത്യാവശ്യമുള്ള ഉപ്പ്. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആരും എൻ്റെ കാണാത്ത ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെടണ്ട. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക എന്നാലുള്ളൂ. ഞാൻ പറയില്ലേ, ഇപ്പം എന്താ നിങ്ങളോട് ഞാൻ പറയുക? അങ്ങനത്തെ ഓരോ വിഷമം എൻ്റെ മനസ്സിലുണ്ടാവേണ്ട നിങ്ങളോട് വീഡിയോസ് കാണുന്ന അങ്ങോട്ട് പറയും. അല്ലാതെ വെറുതെ വീട്ടിലിരുന്നിട്ട് ഇതാക്കാനല്ല. നിങ്ങൾ വിചാരമുണ്ടാവും ഞാൻ പൈസയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലിരുന്നാലോ, അവൾക്ക് അഹങ്കാരം കൂടിയല്ലോ. പക്ഷെ എനിക്ക് പൈസ കിട്ടിയ എൻ്റെ സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോസ് നിങ്ങളെല്ലാവരും ഫുള്ളായി കാണുക. അതിന് ശേഷം ഉള്ളിയൊക്കെ അല്ല കടുക് അതൊക്കെ ആയിട്ട് നമുക്കത് നമ്മൾ വാഴ മണി എരിഞ്ഞ് വെച്ചത് വയ്ക്കില്ലേ. എല്ലാ പെണ്ണുങ്ങളും കാട്ടന്മാർക്ക് എനിക്ക് കാട്ടാൻ കഴിയണില്ല. അവർ മുഖം കാണിക്കുന്നുണ്ട്, അവരത് ഇതും കാട്ടുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും കാണിക്കാൻ എനിക്കെന്തോ കുറവാണ്. കൂക്കല് അതിന് ശേഷം ഒന്നുകൂടി ആക്കി കൊടുക്കും. അതിനുശേഷം ഞങ്ങൾ ഇന്ന് ബീഫിന്
മസാല കൂട്ടുകയാണ്. അതിലേക്ക് ആദ്യം ഉമ്മ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി എല്ലാം ഇടുക. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇടുക. ജീരകം ഇട്ടുകൊണ്ടില്ല, ജീരകം, കുരുമുളക്, മല്ലി, മുളക്, മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തക്കാളി. മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അരച്ച ശേഷം നമുക്കിനി ബീഫിന് കായം കൂട്ടും. ബീഫ് കുക്കറിലിട്ട് അത് അരച്ച പേസ്റ്റ് നല്ല അയക്കണം, നല്ല കുറുന്നനെ കട്ടിയിലായിരിക്കും. അതയക്കാൻ കൊട്ട്. എന്നിട്ട് നമുക്ക് മസാലയുടെ കൈ കൊണ്ടാക്കിയാൽ മതി. അല്ല കൈ കൊണ്ട് അല്ലെങ്കിൽ കയ്യിലോണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം അങ്ങനെ ചെയ്തോളൂ. മസാല എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി കൈ കൊണ്ട് തന്നെ ചെയ്യണം. കയ്യിലോണ്ട് ചെയ്താൽ കയ്യിൽ പൊട്ടും. അതുകൊണ്ട് കൈ കൊണ്ട് ചെയ്താൽ അതിൽ രസം എന്നാൽ രസം കടുകും ഉലുവയിട്ടും. കടുകും ഉലുവിട്ടെന്നല്ല ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. നിങ്ങളവിടെ കടുക് ഇടുന്നുണ്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ? അതിന് ശേഷം നമുക്ക് അയക്കുന്നപ്പോൾ അത് ബീഫ് വെന്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഏതൊക്കെയാന്ന് നോക്കണല്ലോ, അല്ലാതെ നല്ല ഭാഗമായി നീന്നു അടിപൊളിയാണ്. സൂപ്പർ ആയിക്കണം, എല്ലാതും നല്ല കറക്റ്റ് ആയിക്കണം. ഇനി അത് നമുക്കൊന്ന് തൂമിച്ചെടുക്കാം. അതിലസ് വെളിച്ചെണ്ണ ഒഴിച്ച് ലേശം ഉള്ളിവട്ട്. നിങ്ങളിരുന്നു ആദ്യം ഉലുവട്ടില്ലേ, എന്നാലും ഒന്നുപാടെ ടേസ്റ്റ് കൂടുതല, രസം കൂടുതൽ. അതുകൊണ്ടാണ് കഴിപ്പൊന്നുമില്ല കേട്ടോ. നിങ്ങളറിയാത്ത ഉലുവട്ടാൽ നിങ്ങൾ കഴിച്ചൊന്നുമില്ല. അങ്ങനെ അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി അത് ഒന്ന് മൂത്ത ശേഷം കറിവേപ്പില ഇട്ട് കറിവേപ്പിലയും ഒക്കെ ഒന്ന് മൂത്ത ശേഷം നമുക്കിനി കറിയിലേക്ക് ചിക്കൻ എന്ന് പറയുന്നത് ബീഫിലേക്ക് നമുക്ക് ഒഴിച്ച് ആ ചട്ടി മെല്ലെ എടുത്തിട്ട് കൈ പൊള്ളാതെ എടുത്തിട്ട് ഇതാക്കിക്കോ, എന്നല്ലെങ്കിൽ കൈ പൊള്ളും. അങ്ങനെ ചെയ്യണം എല്ലാവരും. കൈ പൊള്ളരുത്. അങ്ങനെ ഒന്ന് ഇളക്കിക്കോ. എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ?
ഞങ്ങളിപ്പോൾ പറയണ്ടാവേ ഞങ്ങൾക്കൊക്കെ ഇതിനേക്കാൾ മുന്നേ അറിയും ബീഫ് വെക്കാൻ. പക്ഷേ ഞങ്ങളിങ്ങനെ വെക്കുക. അതായത് ആരും മറക്കല്ലേ, വീഡിയോസ് ഫുള്ളായി കാണുക, സ്ലിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ ചോറുണ്ടാക്കാണ്. ചോറെടുത്ത് രസം കറി വെച്ച് ഇതാ ഉപ്പേരി വെച്ചത്, വായമണി ഉപ്പേരി വെച്ചത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. സൂപ്പറല്ലേ, അടിപൊളി. എൻ്റെ നാരാണ്, നാരൊക്കെ എങ്ങനെയോ പൊട്ടിക്കണേ. ഇത് അച്ചാറിൻ്റെതാണോ, കടുമാങ്ങ അച്ചാറാണ്. വായിൽ വെള്ളം വരുന്നുണ്ടോ ആർക്കെങ്കിലും? പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ. വീഡിയോ ഫുള്ളായി കാണാൻ മറക്കരുത് പ്ലീസ്.